എല്ലാവർക്കും നമസ്കാരം. ഗുഡ് സമാരിറ്റൻ ഇൻ മൈ ലൈഫ് എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന എനിക്ക് ഡൽഹിയിൽ വെച്ചുണ്ടായ ഒരു എക്സ്പീരിയൻസാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നഴ്സിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒരു ക്ലിനിക്കിൽ കയറുവാണ്. ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പം എക്സ്പീരിയൻസ് 2 മാസം അല്ലെങ്കിൽ 3 മാസം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കയറാമെന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ ഒരു ക്ലിനിക്കിൽ കയറുവാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഹോസ്റ്റലിൽ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസയില്ല, നമ്മളിങ്ങനെ പഠിച്ചിറങ്ങി ട്രെയിനിങ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി, അതാണ് അന്നത്തെ ഒരു അത്യാവശ്യം. അപ്പോൾ അന്നേരം ഒരു കിട്ടിയ ഹോസ്റ്റൽ ചീപ്പറായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പോൾ കിട്ടിയ ഹോസ്റ്റലിൽ നിന്ന് കുറേ ദൂരമുണ്ട് ക്ലിനിക്കിലേക്ക്, എന്നാലും വേണ്ടില്ല എന്ന് ഓർത്തിട്ട് ബസ്സിനാണ് പോകുന്നത്. ബസ്സിൽ കയറി കഴിയുമ്പോൾ ബസ് ഭയങ്കര തിരക്കാണ്. ആ ക്ലിനിക്കിൻ്റെ അവിടെ ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേനും ആൾക്കാർ അങ്ങോട്ട് ഇടിച്ച് കയറുന്നു, ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങുന്നു, അങ്ങനെ എല്ലാം കൊണ്ട് തിരക്കാണ്. അപ്പോൾ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇറങ്ങുവാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി കുറേ ആൾക്കാർ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ചാടി കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു കാല് ബസ്സിലും ഒരു കാല് ആ ലാസ്റ്റത്തെ ബസ്സിൻ്റെ സ്റ്റെപ്പിലും ഒരു കാല് താഴോട്ട് ഇറക്കുകയും ഈ വണ്ടി എടുക്കുകയും ഒപ്പമായിരുന്നു. അപ്പോൾ ഞാൻ മറിഞ്ഞ് വീണു. അപ്പോൾ ആൾക്കാർ തിക്കി സ്റ്റെപ്പിലോട്ട് കയറുന്നതുകൊണ്ട് ആൾക്കാർ ഇടിയും കൊണ്ടു ഞാൻ ഈ ബസ്സിൻ്റെ അടിയിലോട്ട് തന്നെ പോയി. അപ്പോൾ അവിടെ അന്നേരം ബസ് കാത്തിരുന്ന ഒരു മാർവാടി മനുഷ്യൻ എന്നെ ബസ്സിൻ്റെ അടിയിൽ നിന്ന് വലിച്ചു. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ തലമുടിയിൽ ബസ് തലയുടെ അടുത്തേക്കൂടെ ഒരഞ്ഞാണ് ബസ് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മരിച്ചു, ഞാൻ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ മരിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തീർന്നെന്ന് വിചാരിച്ചാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ആ ഒരു എല്ലാ സെക്കൻഡുകൾക്കുള്ളിലാണ് നടക്കുന്നത്. ഈ വണ്ടിയിൽ നിന്ന് ഞാൻ മറിയുന്നു, അയാൾ വലിക്കുന്നു, ബസ് മുമ്പോട്ടെടുത്ത് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ആൾക്കാർ കല്ലെറിയുന്നുണ്ട് ബസ്സിന്. അപ്പോൾ ഇയാൾ തന്നെ എൻ്റെ ബാഗും സാധനമൊക്കെ ഇയാൾ തന്നെ അത് പിടിക്കുന്നു. എന്നിട്ട് ഇയാൾ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ കൊണ്ടുപോവുകയാണ് ക്ലിനിക്കിലോട്ട്. അപ്പം ചെവിയുടെ ഇവിടെ നിന്ന് ചോര, കൈയുടെയും കാലിൻ്റെയും മുട്ടെല്ലാം പൊട്ടി ചോരയെല്ലാം മൊത്തം മേത്തക്കൂടെ എല്ലാം ചോരയും ഒക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഇയാൾ എന്നെ എനിക്ക് ഇത്ര വേഗിലി ഒരു ഓർമ്മയുള്ളൂ, ഒരു ഓറഞ്ച് നല്ല കളർഫുള്ളായിട്ടൊരു തലപ്പാവ്, വൈറ്റ് ജുബ്ബ ഇട്ടേക്കുന്നു, ഒരു ഇങ്ങനെ പാൻ പോലെ എന്തോ ചവയ്ക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചുമന്ന എന്തോ ഒരു സാധനം ചവയ്ക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്നെ താങ്ങി പിടിച്ച് നടക്കുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് ഞാൻ ഈ ക്ലിനിക്കിലെ ബെഡിനകത്താണ്, ബെഡിൽ കിടക്കുവാണ്. അപ്പം ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ ബെഡിൽ കിടക്കുന്നു. അന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കണ്ണ് തുറന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ആ ഒരു വില്ലേജിലൊരു മനുഷ്യനാണെന്ന് കൊണ്ടുവന്നാക്കിയത്, അദ്ദേഹത്തിന് പെട്ടെന്ന് പോകണമായിരുന്നു, അയാൾ ധാന്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ കൂടെ തന്നിട്ടാണ് അയാൾ പോയിക്കണത്. അയാൾ പറഞ്ഞു നിന്നോട് പറയണം, ആ കൊച്ചിനോട് പറയണം, എനിക്ക് നിൽക്കാനുള്ള സമയമില്ല, ഇങ്ങനത്തെ ബസ് കിട്ടിയില്ലെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞിട്ടാണ്, നാളെ ഉച്ചയെങ്കിലും ആകും അടുത്ത ബസ് കിട്ടണമെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പോയേ പറ്റുള്ളൂ എന്ന് ആ കൊച്ചിനോട് ബോധം തെളിയുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ പോയത്. യാതൊരുവിധ എന്താ പറയണ, എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അവസരോചിതമായ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ക്വിക്കൊരു റിയാക്ഷൻ, ആ ഒരു ആക്ഷന് കൊണ്ടാണ് എൻ്റെ ജീവൻ അന്ന് രക്ഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ആ ബസ് എൻ്റെ തലയെ കൂടെ കയറിപ്പോണ്ടതായിരുന്നു. അദ്ദേഹം എന്നെ വലിച്ചിട്ടും എൻ്റെ ആ തലയുടെ സൈഡിൽ കൂടെയാണ് ആ ടയർ കയറിപ്പോയത്. ആ ടയറിൻ്റെ ആ ഒരഞ്ഞുള്ള പോക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ തലയാണ് തീരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ സമയത്ത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ളൊരു ഇടപെടൽ കൊണ്ട് എൻ്റെ ജീവനും രക്ഷിച്ചു. എന്നിട്ട് എന്നെ അതെല്ലാം പറഞ്ഞിട്ട് എന്നെ താങ്ങി പിടിച്ച് ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി ആക്കി, ആ ട്രീറ്റ്മെൻറ്റിലുള്ള പൈസ കൂടെ കൊടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഞാൻ ഇന്നും നന്ദിയോടെ ആ മനുഷ്യനെ ഓർക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി എന്നും ഞാൻ എൻ്റെ കൈ കൂപ്പിയാൽ ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ നല്ലൊരു എന്താ പറയണേ, ഞാൻ എന്നിട്ട് എപ്പോഴും ഞാൻ ആ ക്ലിനിക്കിലെ ഡോക്ടറോട് പറയുമായിരുന്നു, എന്തെങ്കിലും ആ മനുഷ്യൻ വരുവാണെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ എന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി വേറെ സ്ഥലത്തൊക്കെ വേറെ ഹോസ്പിറ്റലിലൊക്കെ ജോലിക്ക് കയറി. പിന്നെ അവിടെ നിന്ന് പോയി പിന്നെ കണക്ഷനും എല്ലാം നമുക്ക് വിട്ടുപോയി. അങ്ങനെ പിന്നെ അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അയാൾ വരുന്നതും ഒത്തിരി ദൂരമുള്ള വില്ലേജിൽ നിന്നായിരുന്നു വന്നതെന്നാണ് പറഞ്ഞത്.
അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും നല്ല മനസ്സുകൊണ്ടും നല്ല എന്താ പറയുക, അവരുടെയൊക്കെ ഒരു സന്മനസ്സുകൊണ്ടാണ് എൻ്റെയൊക്കെ ജീവിതം ഇന്ന് ഞാൻ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോ നല്ല മനുഷ്യരുടെ നല്ല എന്താ പറയുക, അവരുടെ ആ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെയും സഹായത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.